ഫാംഫെഡ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന് പോലീസ്. തലസ്ഥാനത്ത് മാത്രം ഇന്ന് രജിസ്റ്റർ ചെയ്തത് 3 കേസുകൾ. 3 പേരിൽ നിന്നായി 18 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഞായറാഴ്ച റിമാൻഡ് ചെയ്ത ഫാംഫെഡ് ചെയർമാൻ രാജേഷ് ചന്ദ്രശേഖരൻ, MD അഖിൻ ഫ്രാൻസിസ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഞാൻ 13 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 12% വെച്ച് മാസം പലിശ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒക്ടോബർ മുതൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി. പറഞ്ഞ ഡേറ്റിന് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളത് ജാനുവരി തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, പ്രീ ക്ലോഷന് കൊടുത്തു. അപ്പോൾ കൊടുത്തതിൻ്റെ ഒരു രേഖ പോലും ഇല്ല. അത് കൊടുത്ത തിരിച്ച് മുതലും തന്നിട്ടില്ല. 5 മാസത്തെ പലിശ വരുന്നില്ല. ഇത്തരത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി കോടികളാണ് സംഘം തട്ടിയത്. കവടിയാർ സ്വദേശിയുടെ 24 ലക്ഷം തട്ടിയെടുത്ത കേസിലാണ് ഫാംഫെഡ് ചെയർമാൻ രാജേഷ് പിള്ള, MD അഖിൻ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. പിന്നാലെയാണ് കൂടുതൽ ഇരകൾ പരാതികളുമായി എത്തിയത്. 48 പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ 10 പേരാണ് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി കുറേ ആൾക്കാർ രംഗത്ത് വരാറുണ്ട്. ഇനിയും അവരുടെ പൈസ കൊണ്ട് അവർ നാണക്കേടുണ്ടായിരിക്കും രംഗത്ത് വരാത്തത്. കോഴിക്കോട് ആസ്ഥാനമായ ഫാംഫെഡ് മാസം 12.5% പലിശ വാഗ്ദാനം ചെയ്താണ് പലരിൽ നിന്നായി പണം തട്ടിയത്. കുറെ നാളുകളായി നിക്ഷേപം നടത്തിയവർക്ക് ലാഭവിഹിതമോ പണമോ തിരികെ ലഭിച്ചിരുന്നില്ല. പിന്നാലെയാണ് പരാതികൾ ഉയർന്നത്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിലാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൊസൈറ്റിയുടെ ഉൽപ്പന്നങ്ങൾക്കായി കോടികൾ മുടക്കി ചലച്ചിത്ര താരങ്ങളെ വെച്ച് പരസ്യങ്ങളും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് ഇവർ നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത്. പലരിൽ നിന്നായി തട്ടിയെടുത്ത തുക റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും മറ്റ് വ്യവസായങ്ങൾക്കും നിക്ഷേപിച്ചതായാണ് വിവരം. കമ്പനിയുടെ ബോർഡ് മെമ്പർമാരായ ധന്യ, ഷൈനി, പ്രിൻസി ഫ്രാൻസിസ്, മഹാവിഷ്ണു എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. നിലവിൽ ഇവർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. 2008 പ്രവർത്തനം തുടങ്ങിയ ഫാംഫെഡിന് ചെന്നൈയിലും കേരളത്തിലുമായി 16 ശാഖകളുണ്ട്. ഞായറാഴ്ച റിമാൻഡ് ചെയ്ത ഫാംഫെഡ് ചെയർമാൻ രാജേഷ് ചന്ദ്രശേഖരൻ പിള്ള, MD അഖിൻ ഫ്രാൻസിസ് എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങും. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിയുമായി എത്താൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.